നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിന്റെ ടൂറിസം മന്ത്രി ഒരു ചാര വനിതയ്ക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യുന്നത് എന്തിനാണ്? അതാണ് ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം. നമ്മൾ കേട്ടിട്ടില്ലേ, റിപ്പബ്ലിക് ചാനലിൽ അർണബ് ഗോസ്വാമി അലറുന്നത് നേഷൻ വാണ്ട്സ് ടു നോ. അതുപോലെ കേരളത്തിലെ ഓരോ പൗരനും ചോദിക്കണം, കേരള വാണ്ട്സ് ടു നോ. എന്താണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും പാക് ചാരവനിതയല്ല, ഇന്ത്യയിലെ ഹരിയാനയിലെ ഒരു പൗരയാണ് ജ്യോതി മൽഹോത്ര എന്ന സ്ത്രീ. ഒരു യാത്രാ വ്ളോഗറാണ് അവർ പാകിസ്ഥാന് പല വിവരങ്ങളും ചോർത്തിക്കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചോർത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഇന്ന് ജയിലിലായിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന യാത്രാ വ്ളോഗറെ എന്തിനാണ് കേരളത്തിലേക്ക് ടൂറിസം പ്രൊമോഷന്റെ പേരിൽ കൊണ്ടുവന്നത്? അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലേ? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനും ഇതിന് മറുപടി പറയണ്ടേ കേരളത്തോട്? പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചാരവനിതയാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവരാണ് അവർ. പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള, പാകിസ്ഥാനിൽ യാത്ര ചെയ്ത് ആ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പല വ്ളോഗുകളും യൂട്യൂബിലുണ്ട്. അവർ പാകിസ്ഥാനിലെ ആഡംബര ബസ്സുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങൾ, പാകിസ്ഥാനെ ഒരുപാട് പുകഴ്ത്തുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഈ ജ്യോതി മൽഹോത്ര. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഈ കേരളത്തിന് ഇല്ലാത്തത് കൊണ്ടാണോ? ഈ പാകിസ്ഥാനുമായുള്ള ബന്ധം, ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന ഈ സ്ത്രീയെ തന്നെ കൊണ്ടുവരാനും കേരളത്തിലെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ഇവർക്ക് സന്ദർശിക്കാനുള്ള അനുവാദം നൽകാനും കാരണം എന്താണ്? ഏഴിമല പോലെയുള്ള, കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള ചില അതിർത്തി ഗ്രാമങ്ങളിലെ വനക്ഷേത്രങ്ങൾ, മത തീവ്രവാദികളാൽ ചുറ്റപ്പെട്ട പല സെൻസിറ്റീവ് ഏരിയകളും മറ്റു പല മത നേതാക്കളെയും ഒക്കെയും ഈ സ്ത്രീ സന്ദർശിച്ചിട്ടുണ്ട്. ആരാണ് ഇതിനൊക്കെയും സൗകര്യങ്ങൾ ഒരുക്കിയത്? കേരളം ചോദിക്കും. കാരണം ഇതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. സിമി എന്നൊരു സംഘടനയുണ്ടായിരുന്നു, ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഒരു സംഘടന. കേരളത്തിലെ ചുവരുകളിൽ നിറച്ചും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതിവെച്ച ഒരു സംഘടനയായിരുന്നു സിമി. നിരോധിക്കപ്പെട്ട ശേഷം ആ സംഘടനയിലുള്ള മുഹമ്മദ് റിയാസ്, KT ജലീൽ, മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി എന്ന് തുടങ്ങിയവരെല്ലാം മറ്റുള്ള സംഘടനകളിലേക്ക് ചേക്കേറി. പക്ഷേ അവരുടെ ആശയം അന്ന് സിമിയുടേതായിരുന്നു. അപ്പോ ഈ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ഹിന്ദുസ്ഥാനെ എതിർത്തുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ പാകിസ്ഥാൻ കുത്തിവാങ്ങി, ഇനിയിപ്പോ ഹിന്ദുസ്ഥാൻ ചിരിച്ചുകൊണ്ട് നേടും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ചുവരുകളിൽ, ഇന്ത്യൻ ചുവരുകളിൽ, കോഴിക്കോട് പോലും എഴുതിവെച്ച സിമിയുടെ പഴയ പ്രവർത്തകരെ നമ്മൾ സംശയിക്കണോ വേണ്ടയോ? കേരളത്തിലെ ജനത തീരുമാനിക്കട്ടെ. അവരിപ്പോൾ മറ്റ് സംഘടനയിലേക്ക് ചേക്കേറിയിട്ടുണ്ടാവാം. പക്ഷേ കാശ്മീരിൽ പോയി ഈ KT ജലീൽ എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്താണെന്ന് മറന്നു പോകരുത്. ഇവരുടെയൊക്കെ ഉള്ളിലെ ആശയം ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ പാക് ചാര വനിതയുമായുള്ള ബന്ധത്തെ സംശയത്തോടുകൂടി മാത്രം കാണാനേ കേരളത്തിലെ പൊതുജനത്തിന് കഴിയൂ. അന്ധമായി പാർട്ടിയെ വിശ്വസിക്കുന്ന ആ അണികൾക്കല്ലാത്ത പൊതുജനങ്ങൾക്കൊക്കെയും ഇത് സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ആരാണ് ഈ ചാര വനിത എന്ന് അറിയണ്ടേ? ഈ ജ്യോതി മൽഹോത്ര ഹരിയാനയിലെ ഹിസാർ സ്വദേശിയാണ്. ഇവർ പല രാജ്യങ്ങളും സന്ദർശിച്ച് വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ഒക്കെ സന്ദർശിച്ച് അവിടുത്തെ ട്രെയിനുകള്, ബസ്സുകള്, ആഡംബരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വീഡിയോകളുണ്ട്.
ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റ് നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവർ ഇങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി, ലാഹോറിൽ പര്യവേക്ഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി, കറ്റാസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി, പാകിസ്ഥാനിൽ ആഡംബര ബസ്സിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിലൊക്കെ ആണത്രേ യൂട്യൂബ് വീഡിയോകൾ ഉള്ളത്. അങ്ങനെ ഇവർ പാകിസ്ഥാനെ പുകഴ്ത്തി വീഡിയോകൾ ഇടുകയും പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവര് എങ്ങനെയാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധം പുലർത്തിയത് എന്ന് നോക്കാം. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു. ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിനും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനും യഥാക്രമം ലക്ഷങ്ങളുടെ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. 2023 കമ്മീഷൻ ഏജന്റുമാർ വഴി ക്രമീകരിച്ച വിസ ഉപയോഗിച്ച് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത്. ഈ സമയത്ത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹീമുമായി അവർ ബന്ധപ്പെടുന്നു. പിന്നീട് റഹീമുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുകയും അദ്ദേഹം അവളെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷവും ജ്യോതി മൽഹോത്ര ഈ രഹസ്യാന്വേഷണ ഏജൻസി അംഗങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ പങ്കുവച്ചതായും ആരോപിക്കപ്പെടുന്നു. അവർ 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും റഹീമിന്റെ കൂട്ടാളിയായ അലി അഹ്വാൻ അവിടെ ആതിഥേയത്വം വഹിച്ചതായും റിപ്പോർട്ടുണ്ട്. 2024 ഇവർ കശ്മീരിലേക്ക് യാത്ര ചെയ്യുകയും ദാൽ തടാകത്തിൽ നിന്ന് ശ്രീനഗർ ബാനിഹാൽ റെയിൽവേ റൂട്ടിൽ നിന്നുമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ പ്രധാന പരിപാടി തന്ത്രപ്രധാനമായ ഈ പാകിസ്ഥാൻ ചാര സംഘടനയ്ക്കും പാകിസ്ഥാൻ സൈന്യത്തിനും വേണ്ട ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഫോട്ടോയും വീഡിയോകളും എടുക്കലാണ് ഈ സ്ത്രീയുടെ പ്രധാന പരിപാടി. അപ്പോൾ കേരളത്തിൽ വന്ന് തന്ത്രപ്രധാനമായ ഈ എവിടെയൊക്കെയോ സന്ദർശിച്ച് ഫോട്ടോകൾ ഇവർ എടുത്തിട്ടുണ്ട്. അതിനുള്ള സമ്മതം ആരിൽ നിന്ന് കിട്ടി, ആര് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഇതൊക്കെയും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സതുദ്ദേശപരമായി ഒരു ട്രാവൽ വ്ളോഗറെ വിളിച്ചു വരുത്തി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിന്റെ ടൂറിസം മന്ത്രിക്ക്, മുഖ്യമന്ത്രിയുടെ മരുമകന്, മുൻ സിമി അംഗത്തിന് രക്ഷപ്പെടാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഏതായാലും BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഈ കാര്യങ്ങൾ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് മാധ്യമങ്ങളൊന്നും ഇതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുകയോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഈ ഒരു പ്രത്യേക കാര്യങ്ങളുമായി, പ്രത്യേക തീവ്രവാദവുമായി, പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾ തൊടുകയില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അടക്കമുള്ള പല കാര്യങ്ങളും കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾ അക്കാര്യങ്ങളൊന്നും തൊട്ടിട്ടില്ല. അപ്പോ ഇക്കാര്യത്തിൽ ടൂറിസം മന്ത്രി, ഈ സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു, ടൂറിസം മന്ത്രി എന്തിനൊരു ചാരവനിതയ്ക്ക് ചുവന്ന പരവതാനി വിരിക്കണം? രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.